ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സാധനമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പറമ്പിൽ ഒരുപാടുണ്ട് കേട്ടോ, ചെമ്പരത്തി, നാടൻ ചെമ്പരത്തി. അപ്പോൾ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ അരച്ചിട്ട് നമ്മൾ പണ്ട് താളിയായിട്ട് യൂസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, കാരണം ഇതാർക്കും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ലാമിക്ക് ഞങ്ങളൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇലകളൊക്കെ പറിച്ച് മിക്സിയിലിട്ട് അരച്ച് താളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവളിതെന്താ സംഭവം എന്നൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ മാമ പിടിച്ച് വെച്ചിട്ട് അവളെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നിന്ന് തരണമൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. പിന്നെ ഇവൾക്ക് ഒരുപാട് മുടി കൊഴിച്ചിൽ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്കൊക്കെ മാറിയതിന് ശേഷം മുടിയൊക്കെ ഒക്കെ കുറഞ്ഞു കേട്ടോ. നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് ലെവലാക്കി, താരൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് അവസ്ഥകൾ അറിയാമല്ലോ. ഇനി ജലദോഷം പിടിക്കണ്ടോ, അത് ഇവൾക്ക് പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പരീക്ഷണം നടത്തുക കേട്ടോ. ചില കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഇതൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ പിന്നെ ഈ ക്യാമറയിൽ കാണുന്ന പോലെ അത്ര ആ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ക്യാമറയിൽ അവൾക്ക് മുടിക്ക് ഒരുപാട് തിക്നെസ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നേരിട്ടാകുമ്പോൾ അങ്ങനെ അറിയണമൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ച് മുടി ഊരിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പം താളിയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തേക്കാം. പിന്നെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ചിലക്ക് എണ്ണ തേച്ചാലൊക്കെ ജലദോഷം, തുമ്മൽ, അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവൾക്കിപ്പോൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും മടിച്ചാണ്. അപ്പോൾ ഒരു ശിവ ഫ്രീ ആയിരുന്നപ്പോഴേ അവൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിത്തൂസും ചെയ്യൂല, മിത്തൂസ് മുടി നോക്കാതായി അയാളെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മുടി നീട്ടി വളർത്തുന്ന പരിപാടി ഇല്ലല്ലോ. ലാമിക്കും തന്നെ ഒരു പ്രായമായി കഴിഞ്ഞാൽ മുടി നീട്ടി വളർത്തലൊക്കെ നിർത്തുമായിരിക്കും. പക്ഷേ നമ്മൾ ആഗ്രഹത്തിന് ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ മുടിയൊന്ന് നീട്ടി വളർത്തിയതാട്ടോ. അപ്പോൾ എണ്ണ തേച്ച് ഒതുക്കിയതാണ് മുടി നന്നായിട്ടേ. മുടി കാണിച്ചു കൊടുത്താൽ ഷാമ്പു തേച്ചിട്ട് കണ്ടോ കുട്ടീൻ്റെ മുടി? തൊടാനയക്കണില്ല, ചീകാനയക്കണില്ല. ഇപ്പോൾ ഒരു തുണിക്കഷ്ണം കൊണ്ട് ഷാള് ഇട്ട് കിടക്കണം കുട്ടി. പെട്ടെന്ന് വലുതായതാണ് അല്ലേ, വലിയ പെണ്ണായതാ. തുറന്നു തരാ കേട്ടോ. വീഡിയോ കേട്ടാൻ സാധ്യതണ്ടേ. അതിന് ചെരുപ്പ് ഇടടി. ശിവത പോണേ, ഞാൻ അത് പോകണേതാ പോണേ തട്ടോട്ടിട്ട്. നല്ല കാറ്റാണ് കേട്ടോ. എന്നിട്ട് ഇവള് നട്ടുച്ചക്കാണെങ്കിൽ ഇറങ്ങിയേക്കണത്. നല്ല മഴക്കാറാണ്. എവിടെയോ മഴ പെയ്യുന്നുണ്ട്. പെരുന്തൽമണ്ണ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ടാവും. മഞ്ചേരിക്ക് ഈ ഒരു ഇരുട്ട് കുത്തി നിൽക്കണുള്ളൂ, പെയ്യണില്ല. കഴിച്ചാ ഈ വീഡിയോ എടുക്കണ്ടേ? കൈക്കടി കൈക്കടി ബേബിയെ ഫോണില്ല കേട്ടോ. 4 മണിയാകുമ്പോൾ ഉമ്മ എന്തൊക്കെയോ മത്തൻ കൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങളിവിടെ ചക്കര മത്തൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ശർക്കരയും മത്തനും തേങ്ങയും അരിപ്പൊടി, ഏലക്കായ, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്തൊക്കെയോ ഒരു സാധനം കേട്ടോ. ഞങ്ങൾ കുറേ അതൊക്കെ കഴിച്ചു. ലാമിക്കൊന്നും ഇഷ്ടമായില്ല, അവൾ കുറേ ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ, മുറ്റത്ത് അങ്ങോട്ടൂടെ നടക്കാൻ വേണ്ടി. ഫുഡ് കഴിക്കാൻ പാറക്കല്ലൊക്കെ ഉണ്ട് അത്ര. അവിടെ കുറേ പാറകളുണ്ട്. കൊതു കടിക്കണ്ടോ? ഓരോരുത്തർ ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. ഇനി നമ്മളിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെ മൂടി വന്നൊക്കെ ചെയ്തപ്പോൾ വിചാരിച്ചു നല്ല മഴ ഉണ്ടാവും കേട്ടോ. പക്ഷേ മഴ ഇതേ ചെറിയൊരു തുള്ളി ചാറ്റിപ്പോയി കേട്ടോ, ചാറ്റിൽ മഴ മാത്രം. പക്ഷെ ഇവിടെ സ്ഥിരം അങ്ങനെ തന്നെയാണ് അത്ര കേട്ടോ. മഴ കാർമേഘം കെട്ടി നിൽക്കണണ്ടാ തോന്നും ഇപ്പോൾ പെയ്യുന്നു. പക്ഷേ നമ്മുടെ നിൽക്കണ ഇവിടെ അങ്ങാടിപ്പുറത്തും പെരുന്തൽമണ്ണയൊക്കെ നല്ല മഴ പെയ്യണ സമയത്തും ഇവിടെ ഇതുപോലെ ഈ ചാറ്റൽ മഴ മാത്രം ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ് കേട്ടത്. മഴ ഇല്ലാത്തൊരു പ്രദേശം അല്ലേ പോലെ. ഇവിടെ മഴ പെയ്യൂല പറയും. അതന്നെ, ആ പസ്സേ മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ നിലകോട്ട വരുന്നുണ്ട്, മാറിക്കോ. വണ്ടികളൊക്കെ വരുന്നുണ്ടോ? വണ്ടികൾ വരുന്നുണ്ട്, വണ്ടികൾ വരുന്നുണ്ട്. അങ്ങോട്ട് പോകാനോടല്ല ആരുമില്ല. അവിടെ പോയാൽ ശീശിൻ്റെ വീട്ടിലെത്തും. പക്ഷേ അത്രയും ദൂരം നടക്കാൻ വയ്യ. ഇങ്ങോട്ട് നടക്കണ്ടേ? കഴിയില്ല,
മഴ ചെയ്ത് നമ്മൾ കുടുങ്ങിപ്പോവും. ഇതെവിടെ ആ കല്ലുമരുന്നോ? കല്ല് പാറ. പോയിക്കോ. ആ അവിടെ ഇരുന്നോ. ഇവിടെ നല്ല ഇരിക്കാനൊക്കെ നല്ല രസമുണ്ടല്ലേ. ദോടുകളാണ് ഇവിടെ എല്ലായിടത്തും. ഞങ്ങൾ രണ്ടാളും ഒറ്റക്കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. കാട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വേറെ കാട്ടിൽ നിന്ന വല്ല പുലി വരും. കംപ്ലീറ്റ് കാടാണ് ലോനെ. ആ കംപ്ലീറ്റ് കാടാണ് ഇവിടെ. എന്നാ നടന്നോ കണ്ടോ. അങ്ങനെ കുറ്റിക്കാടുകളൊക്കെയാണ് കേട്ടോ. ഇടക്കിടക്ക് കശുവണ്ടി ഇറക്കുന്നുണ്ട്. കശുവണ്ടി എങ്ങട്ടാ നടക്ക്. ഇളകുന്നൊരു കല്ലുമ്മ കയറിയാണ്ടോ. അയ്യോ നടന്നു വീഴണ്ടേ ഇനിയിപ്പോൾ. വാ കയറ്. നല്ല ചൂടാണ് കേട്ടോ. കാര്യപ്പെട്ട് മഴ പെയ്തില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണേ. അള്ളാഹു ഞങ്ങളുടെയൊക്കെ ബാക്കൊക്കെ വെക്കാം. അതാരാ അങ്ങനെ അങ്ങനെ ഓടാൻ പാടില്ല. ഏയ് അങ്ങനെ ചെയ്താണ്ടല്ലോ. ഇവിടെ ഉള്ള ഇതാണ് കേട്ടോ. കണ്ടോ തെച്ചി. ഇതിഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചട്ടി മഴക്കാലം ആകുമ്പോൾ വേണം ചട്ടിയിൽ കുഴിച്ചിടാൻ. ഒരുപാടുണ്ട് ഈ പറമ്പ് മൊത്തം. അതാ ഇവിടെയൊക്കെ വീട് വെക്കാൻ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയാലേ നമുക്ക് തറ കീറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ എല്ലാം ഇവിടെ വാങ്ങിയോ. നല്ല എന്താ കുളക്കോഴിയോ കാട്ടുകോഴിയാണോ ഓടുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വീടിനുള്ള കല്ലൊക്കെ ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ അവിടെ നമ്മളെ വീടാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളൊക്കെ വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കല്ലുകൾ കുറേ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും മതിലൊക്കെ കെട്ടാനുള്ള കല്ലൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഇങ്ങനത്തെ കല്ലുകൊണ്ട് മൊത്തം കെട്ടാൻ കഴിയില്ലല്ലോ. കണ്ടോ ഈ പാറ. ഇത് കണ്ട കരിമ്പാറയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതാ ശരിക്ക് മറ്റേ എന്താ പറയുക നമ്മൾ തറയിടാനൊക്കെ യൂസ് ചെയ്യണ പാറ കേട്ടോ. അത് ഭയങ്കര ചൂടടി നടക്ക്. ആ തെച്ചി അതാ തെച്ചി വലുതായതാട്ടോ. ഇത് അതന്നെ അല്ലേ ഇത് സാധനം. ഇത് സംഭവം ഇത് മനസ്സിലാവണില്ല. വെയിലിൻ്റെ ചൂട് കാരണം ഒക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. എന്ത് കളർ തെച്ചിയാണെന്ന് മനസ്സിലാവണില്ല. വെള്ള കളറോ? ഇത് തെച്ചി തന്നെ അല്ലേ ഇത് സംഭവം? നോക്കട്ടെ കേട്ടോ. അവിടെ നിൽക്ക്. ഇത് ഭയങ്കര പാറ കേട്ടോ. ഇവിടെയൊക്കെ കിണറുത്താനൊക്കെ ആയിരുന്നു പ്രയാസം. ഇത് തെച്ചി അല്ല തോന്നണം. പക്ഷെ ഇതെന്താ സംഭവം? ഉണങ്ങിയതാണ്. ഇത് വെയിലിൻ്റെ ശക്തി കാരണം അങ്ങനെ ആയതാണ് അല്ലേ. വന്ന ഫുള്ള് ആ ഈ സംഭവം തന്നെ കേട്ടോ. ഇവിടെ മൊത്തം പൂവ് വിരിഞ്ഞിരിക്കണ നല്ല ഭംഗിയാണ്. എന്തായാലും അതിൽ കയറാൻ വയ്ക്കില്ല, അവിടെ ഭയങ്കര കാടാണേ. ഇതിൽ തന്നെ പോവാ. ആ പപ്പക്കുട്ടി പട്ടിക്കുട്ടി ഇതാവട്ടോ. ഇത് പട്ടിനെ പേടിലാക്കരുത് ബേബിയെ. പട്ടികളെന്ത് ചെയ്യുന്നറിയോ? പിന്നാലെ പുറകെ കൂടി കട്ടിച്ച് കീറൂട്ടോ. മനസ്സിലാവുണ്ടോ? ആ ഇഷ്ടമല്ല കേട്ടല്ലോ. ഇഷ്ടപ്പെടാം, പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എല്ലാം പാടില്ല. ഒരു മൃഗത്തിൻ്റെ അടുത്തേക്ക് ചെല്ലരുത് കേട്ടോ. ഇരിക്കണ്ട, വാ ഇവിടേക്ക് ഇരുന്ന്. നിങ്ങൾ കൊതുകുണ്ട് ഭയങ്കര കൊതുകുണ്ട്. ഒന്നാമത് നനഞ്ഞില്ലേ, മഴ കാര്യമായിട്ട് പെയ്തതുമില്ല. എന്നാൽ പിന്നെ നനഞ്ഞ് ഒരു വൃത്തിയില്ലാത്ത അവസ്ഥ ആക്കുകയും ചെയ്തു. ഇത്ര റോഡൊക്കെ കണ്ടില്ലേ, എത്രയും മഴ ഉള്ളൂ കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിലും മഴ പെയ്തു എന്ന് പറഞ്ഞു, പക്ഷേ എവിടെയൊക്കെയാണെന്ന് അറിയില്ല. നമ്മളിടയ്ക്ക് ഇരുട്ട് കുത്തി നിൽക്കൽ മാത്രമേ ഉള്ളൂ. വാ 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 അകത്ത് വന്നിരുന്നോ. വാ വാ നമ്മളെ വീട് കേട്ടോ. ജന്തുണ്ടാവും, പാമ്പുണ്ടാവും. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാറ്റ് വന്നത്. ആ ഭാഗത്തേക്ക് കാറ്റില്ല. താഴ്ചയായിട്ടേ ഇവിടെ അല്ല കാറ്റിട്ട്. കുന്ന് കയറി വന്നപ്പോഴാണ് കാറ്റിട്ട്. നമ്മളെ പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ പരിസരം ഫുള്ള് ഉള്ളൊരു കാര്യമാണ് ഈ ഒരു സാധനം. എല്ലായിടത്തും ഇത് ഭയങ്കര വലിയും വലിയുള്ളൊരു സാധനം. തെച്ചി എന്നുണ്ട്, പക്ഷെ മൊത്തം തന്നെ കേട്ടോ. പക്ഷേ ചട്ടിക്ക് ആക്കണം വിചാരിക്കണ്ടേനെ. പാമ്പുണ്ടാവും. ഇത് നമ്മളെ
സ്ഥലമാണ്. അപ്പം ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടോ. ഇനി ഇത് കണ്ടു 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 പൈനാപ്പിളൊക്കെ ഇങ്ങോട്ട് വളഞ്ഞുകൊണ്ടായിരിക്കും. ആരും ഇവിടെ അത് മൂത്ത് വളഞ്ഞ് വരുമ്പോഴേക്കും അറിയില്ല പൊട്ടിച്ചുകൊണ്ടോ എന്നൊക്കെ പറയണേക്കാം അമ്മ. ഞാൻ ഈ പൈനാപ്പിളൊക്കെ ഒന്ന് മറഞ്ഞു നിന്നോട്ടെ ജസ്റ്റ്. ഇത് പച്ചക്ക് തിന്നാൻ പറ്റിയ പൈനാപ്പിളാട്ടോ. പച്ചക്ക് ഇപ്പൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം. പഴുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നല്ല മധുരമായിരിക്കും. ഇതിൻ്റെ താഴോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു ഒഴിഞ്ഞ പറമ്പ് ഫുള്ള് 10 സെൻറ്റും 5 സെൻറ്റൊക്കെ വാങ്ങിയ ആളുകൾ വീട് വെച്ചതാട്ടോ. ഈ പരിസരം ഫുള്ള് താഴോട്ടൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ഈ വഴിക്കൊന്നും പോകാറില്ല. പണ്ടൊക്കെ ഇവിടെ വീടുകളൊക്കെ വരുന്നതിന് മുന്നേ പോയിരുന്നു. ഇങ്ങോട്ട് കയറി മഴ വരും. എന്താ വെറുതെ നടക്കുക. അയൽവാസിക്കാക്കിയാണ് കേട്ടോ. മഴ പെയ്തു കേട്ടോ. ചെറുതായിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെയ്യാണെങ്കിൽ കാര്യമായിട്ട് പെയ്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അല്ലാഹുവേ. അതിൻ്റെ ഇടയിൽ ലാമി ഇവിടെ വന്നൊന്ന് വീണു കേട്ടോ. അതിൻ്റെ കരച്ചിലും പേച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഷീബ തൊട്ടടുത്ത കടയിൽ പോകാണ്ട്. ഇവിടെ ലാമിയും ഷീബയും കടയിൽ പോകണ്ട. ഇവിടെ തൊട്ടടുത്തൊരു കട ഉണ്ട്. കടയിൽ പോവാണ്. ഞാൻ പോണില്ല. വൈകുന്നേരം ആയപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. ഇരുട്ട് കുത്തി ആകെ വേറെ എന്തൊക്കെയോ ഒരു അന്തരീക്ഷമായി മാറിട്ടോ. എവിടേക്കോ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ തുള്ളിയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ചാറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പുറത്ത് കുറച്ച് സൗണ്ട്, ഭയങ്കര സൗണ്ട്, നല്ല നല്ല ഊക്കിൽ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പുറത്ത് കേട്ടോ. പക്ഷെ അവിടെ അത്രയും സൗണ്ടിൽ നമ്മൾ ഇവിടെ പെയ്യണില്ല. പക്ഷെ കുറച്ച് അപ്പുറത്ത് നല്ല സൗണ്ടാണ്. അതിനിങ്ങോട്ട് ഇവിടെ വരുമോയെന്ന് അറിയില്ല. ലാമിയും ശീബയും കടയിൽ പോയതാണ്, വന്നിട്ടില്ല. ഇനി ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും പെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ആ ഭാഗത്തൊക്കെ ഇരുണ്ട് നിൽക്കുന്നുണ്ട്. ആ മലൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് മഴ പെയ്യണ പോലെയാണ് തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളും മൊത്തത്തിലൊന്നും മഴ പെയ്തിട്ട് ഇവിടേക്ക് കാര്യപ്പെട്ട് പെയ്യണില്ല കേട്ടോ. ഇവിടെയും പെയ്ത് തുടങ്ങി. ഇരുണ്ട് നിൽക്കണുണ്ടോ, കറുത്ത് നിൽക്കണം. ഇതൊക്കെ പെയ്ത് കഴിഞ്ഞാൽ സമാധാനമായി. കറണ്ടില്ല. മൊബൈൽ ഏത് നിമിഷവും ഓഫായി പോകുന്ന അവസ്ഥയാണ്. ഉള്ള സമയത്ത് ലാമി കുത്തിയേക്കാനും സമ്മതിച്ചില്ല. പിന്നെ വീഡിയോസ് എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ ആയിട്ട് നല്ല ടൈം വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ നല്ല നല്ല സബ്സ്ക്രൈബ്സ്, എൻ്റെ നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. നമുക്ക് നമ്മുടെ ചാനൽ കാണാം, എല്ലാ വീഡിയോസും കാണാം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അസ്സലാമു അലൈക്കും.